ഇന്ത്യൻ രാഷ്ട്രീയം എപ്പോഴും മാറി മറയാൻ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയമാണ്. ജയപരാജയങ്ങൾ ഒരിക്കലും മുൻകൂട്ടി പ്രവചിക്കാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സാധിക്കില്ല. അതായത് ഏത് നിമിഷം വേണമെങ്കിലും മാറാൻ സാധ്യതയുണ്ട് എന്ന്. ഇവിടെ ഇത് പറയാനുള്ള ഒരു കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ ഭരണകക്ഷിയും ഇന്ത്യൻ പാർലമെന്റിൽ 400-ലധികം സീറ്റുകൾ നേടുമെന്ന് ആത്മവിശ്വാസത്തോടെ അവകാശപ്പെട്ടിരുന്നു. അതുകൊണ്ട് വിജയത്തിനായിട്ടുള്ള ഉയർന്ന പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ ഒരു വിജയം എന്ന പ്രതീക്ഷകൾക്ക് മാറ്റമൊന്നുമില്ല. ഇപ്പോഴും ആ പ്രതീക്ഷയുണ്ട്. പക്ഷെ വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് മാത്രം. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് 3-4 ഘട്ടത്തിലൂടെ പുരോഗമിക്കുമ്പോൾ BJPക്ക് ഉണ്ടായിരുന്ന ശുഭാപ്തി വിശ്വാസം 300 സീറ്റുകളിലായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ജനവിധി എന്ന് പറയുന്നത് ആരുടെയും കൈകളിൽ ഉള്ള കാര്യമല്ല. അത് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നരേന്ദ്രമോദി 400 സീറ്റ് പറഞ്ഞിട്ട് 300 സീറ്റുകളിലേക്ക് ചുരുങ്ങി എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരോടാണ് ഈ പറയുന്നത്. ഒരു പക്ഷേ നാളെ 400-ന് മുകളിൽ സീറ്റുകൾ ലഭിച്ചെന്നും വരാം. ഇതൊന്നും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും കൈകളിൽ കൂടി പോകുന്ന ഒരു കാര്യമൊന്നുമല്ല. ജനമാണ് അവസാന കോടതി. പിന്നെ ഇതിനും മുൻപ് 2 ലോക്സഭാ ഇലക്ഷനുകൾ മോദി സർക്കാർ നേരിട്ടിട്ടുണ്ട്. അന്നും ഇതുപോലെ മോദി പരാജയപ്പെടുമെന്ന് പറഞ്ഞവരാണ് ഭൂരിപക്ഷവും. എന്നിട്ട് അവസാന വിധി എന്തായിരുന്നു? ഇവിടെയും സംഭവിക്കാൻ പോകുന്നത് ഒരു പക്ഷേ ഇത് തന്നെയാകും. മോദി ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, ഇന്നത്തെ എന്നെ സൃഷ്ടിച്ചത് ഒരു കാലത്ത് എന്നെ അധിക്ഷേപിച്ചവർ തന്നെയാണെന്ന്. അദ്ദേഹം അധികാരത്തിൽ കയറുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം കേൾക്കുന്ന അധിക്ഷേപങ്ങളും അതുപോലെ വിമർശനങ്ങളും ഇവയാണ് അദ്ദേഹത്തെ ഉയർച്ചയിലേക്ക് ഓരോ ദിവസവും കൊണ്ടുപോകുന്നത്. ഇവിടെ കേജ്രിവാൾ അടക്കമുള്ളവർ ഒരാളുടെ അധപ്പതനത്തിന് വേണ്ടി ദിവസേന വിമർശിക്കുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് എനർജി പ്രതിഫലിക്കും എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. പക്ഷേ അവസാന ഫലം പുറത്തു വരുമ്പോൾ വിമർശനങ്ങൾ കൂടുന്നതോടുകൂടി നരേന്ദ്രമോദി കരുത്ത പ്രാപിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുള്ള കാര്യം തന്നെയാണ്. കാരണം ഇവിടെ 400 സീറ്റ് എന്നുള്ളത് മോദിയുടെ മുദ്രാവാക്യമല്ല, അതൊരു ഫാക്റ്റ് ആകും ഒരു പക്ഷേ. അത് നമുക്ക് തിരുത്താൻ കഴിയുമോ? സീറ്റ് കുറയുകയും കൂടുകയും ജനത്തിന്റെ കൈകളിലാണ്. ഓരോ പൊളിറ്റിക്കൽ പാർട്ടിക്കും അവരുടേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട്, പ്രതീക്ഷകളുണ്ട്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. 400 സീറ്റിന്റെ പ്രഖ്യാപനങ്ങൾ 3 മാസം മുൻപ് നടത്തിയതാണ്. അന്ന് ആരും ഒരു അക്ഷരം മിണ്ടിയിരുന്നില്ല ഇതിനെക്കുറിച്ച്. മോദിയുടെ ഈ 3ാം വരവ് തടയാൻ ശ്രമിക്കുന്നവർ ധാരാളമുണ്ട്. ഇതിന് പിന്നിൽ രാഷ്ട്രീയ സംഘടനകളുണ്ട്, മതസംഘടനകളുണ്ട്, അന്താരാഷ്ട്ര ശ്രമങ്ങൾ എല്ലാം ഉണ്ടാകാം. ഇതെല്ലാം ഒരു പക്ഷേ സീറ്റുകളുടെ ശതമാനത്തെ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിഫലിച്ചെന്ന് വരാം. പക്ഷേ ഇതൊന്നും മോദി തരംഗത്തിന് മാറ്റം ഉണ്ടാക്കാൻ പോകുന്നൊന്നുമില്ല. വിജയം സുനിശ്ചിതം തന്നെയാകും. ഇവിടെ മോദി സർക്കാരിന്റെ 3ാം ഊഴത്തെ ഭയപ്പെടുന്നവർ ആണ് ഭൂരിഭാഗവും. അത് അന്താരാഷ്ട്ര രാജ്യങ്ങളായാലും ഇന്ത്യയിൽ ഉള്ളിലുള്ള പല മാധ്യമ സ്ഥാപനങ്ങളായാലും ശരി, വലിയ ഭീതിയിലാണ് മോദിയുടെ വരവിനെ. അതുകൊണ്ട് തന്നെ അതിനെ ഇല്ലാതാക്കാൻ ഒരുപാട് കറുത്ത കൈകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ 250 സീറ്റുകളുടെ പരിധിയിൽ പോലും BJPക്ക് കടക്കാനാകില്ല എന്ന് വാദിക്കുന്നവർക്ക് നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് 3ാം തവണയും മോദി വിജയിക്കും എന്നുള്ള കാര്യം. പിന്നെ 100 മുൻ MP-മാരെ മത്സരത്തിൽ നിന്നും ഒഴിവാക്കാനുള്ള BJPയുടെ തീരുമാനമാണ് BJPക്ക് ഒരു അടിയായത്. അത് തന്നെ പാർട്ടിയുടെ ഉള്ളിൽ വലിയ രീതിയിൽ അടി ഉണ്ടായിട്ടുണ്ട്. ആഭ്യന്തര വിയോജിപ്പ് പല മണ്ഡലങ്ങളിലും പ്രതിഫലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ BJPയിൽ ഉണ്ടായ ചെറിയ ചെറിയ വെല്ലുവിളികളാണ്. പിന്നെ 400-ലധികം സീറ്റുകൾ നേടുമെന്ന അവകാശവാദങ്ങൾ അത് പ്രവചിച്ചത് അമിത ആത്മവിശ്വാസം BJP അനുഭാവികളും അതുപോലെ തന്നെ RSS പ്രവർത്തകർക്കിടയിലും കൂടുതൽ ആത്മവിശ്വാസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം അക്രമാസക്തമായിട്ടുള്ള പ്രചരണങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാക്കിയിട്ടുണ്ട്. ഇതെല്ലാം തിരഞ്ഞെടുപ്പിനെ ബാധിച്ചു കാണും. BJPയുടെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ദുർബലാവസ്ഥ മുതലാക്കി മോദിക്ക് കേവലം ഭൂരിപക്ഷം നേടാനാവില്ലെന്ന പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ചെറിയ തോതിലുള്ള വിള്ളലുകളും വീഴ്ചകളും BJPയിൽ സംഭവിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും നിർണായകമായ ഒരു ഫലം പുറത്തു വരുമ്പോൾ ജയം ഉറപ്പായും BJPയിലേക്ക് തന്നെ വിരൽ ചൂണ്ടുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്.